വടക്കൻ ഗസയിൽ തന്നെ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആണ് എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ 5 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടത് അപ്രതീക്ഷിത തിരിച്ചടിയായി തന്നെ മാറിയിരിക്കുകയാണ് എന്ന് പറയാം. വടക്കൻ ഗസയിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത തിരിച്ചടിയിൽ 5 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ട വാർത്ത ഗസ സിറ്റിയിൽ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. 10 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും ഇതിൽ കൂടാതെ നിന്നുള്ള വാർത്തകളായി പുറത്തു വരുന്നുണ്ട്. രണ്ടുപേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണെന്നും പറയുന്നു. ഒരു സൈനികനെ കാണാതായെന്നും റിപ്പോർട്ടുകൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഹമാസ് സായുധ വിഭാഗ അൽഖസാം ബ്രിഗേഡ് സൈനിക വാഹനത്തിൽ തന്നെ ഘടിപ്പിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. ഒരു കവചിത വാഹനത്തിന് പുറമെ രക്ഷാദൌത്യവുമായി എത്തിയ സൈനിക വാഹനങ്ങൾക്ക് നേരെയും ഹമാസ് ആക്രമണം നടന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വടക്കൻ ഗാസയിൽ തന്നെ ബൈത്ത് ഹാനൂനിൽ തിങ്കളാഴ്ച രാത്രി 10 മണിക്ക് ശേഷമാണ് ഈ അപകടം സംഭവിച്ചത്. ബോംബ് സ്ഫോടനമാണ് ഉണ്ടായതെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട്. ജെറുസലേം സ്വദേശികളായ സ്റ്റാഫ് സർജൻ മേയർ ഷിമോൺ അമർ, അതുപോലെ തന്നെ സർജൻ മോഷെ നിസീം ഫ്രച്ച് എന്നിവരാണ് മരിച്ച 2 പേർ സൈനികർ. മേയർ ഷിമോർ അമറിന് 20 വയസ്സും സർജൻ മോഷെ നിസം ഫ്രച്ചിന് 20 വയസ്സുമാണ്. മരിച്ച 2 പേർ സൈനികർ തന്നെയാണ്. കൊല്ലപ്പെട്ട മറ്റുള്ളവരുടെ പേരുകൾ പിന്നീട് പുറത്തുവിടുമെന്നായിരുന്നു ഈ സൈന്യം ഇതുവരെ പുറത്തുവിട്ട വാർത്തകളിൽ സ്ഥിരീകരിച്ച ഒരു കാര്യം. സൈനികന് കാൽനടയായി സഞ്ചരിക്കുന്ന അതുപോലെ സമയത്താണ് സ്ഫോടകമുണ്ടായതെന്ന IDF വിശദീകരണം വ്യക്തമായി തന്നെ ഉണ്ട്. വ്യോമാക്രമണത്തിന് ലക്ഷ്യമിട്ട സ്ഥലത്തായിരുന്നു സ്ഫോടനം നടന്നതെന്നും സൈന്യം തന്നെ ഇതിനു പിന്നാലെ വ്യക്തമാക്കുകയും ഉണ്ടായി. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ യമനിലെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹൂതികൾ തന്നെ തിരിച്ചടിച്ചത്. തിരിച്ചടികൾ ഓരോന്നോരോന്നായി ഇസ്രായേൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് 4 പാടം നിന്നും ഇപ്പോൾ ഓരോ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇറാനും ഹൂതികളും ഗസയിൽ നിന്നും ഒക്കെ തന്നെയും ആക്രമണം ശക്തമായി ഇസ്രായേലിന്റെ ദേഹത്തേക്ക് പതിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും ഞങ്ങളെ തൊലിപ്പുറത്ത് പോലും ബാധിക്കുന്നില്ല എന്ന രീതിയിലാണ് നെതന്യാഹുവിന്റെ മറുപടി. പക്ഷെ നെതന്യാഹു മനഃപൂർവ്വം ഇസ്രായേലികളെയും പാവപ്പെട്ട ജനങ്ങളെയും സൈനികരെയും ഒക്കെ മുന്നോട്ടിട്ട് കൊടുത്ത് അവിടെ ഇരുന്ന് ചോര കണ്ട് രസിക്കുകയാണ്. അദ്ദേഹം ബങ്കറിൽ കഴിയുമ്പോഴും മറ്റുള്ളവരൊക്കെ പേടിച്ച് ഭയക്കണമെന്ന് തന്നെയാണ് നെതന്യാഹുവിന്റെ തീരുമാനം. അങ്ങനെ തന്നെയാണ് നെതന്യാഹു തന്റെ വീട്ടുകാരെയും അതുപോലെ ഇസ്രായേലികളെയും ഒക്കെ തന്നെ മാറ്റുന്നത്. അവർക്ക് വേണ്ടിയുള്ളവരെ മാത്രം മാറ്റിയതിനു ശേഷം അവിടെ വലിയ പ്രത്യാഘാതങ്ങൾ തന്നെയാണ് നേരിടേണ്ടി വരുന്നതും കാണുന്നതുമെല്ലാം. എല്ലാവരും കൃത്യമായ രീതിയിൽ തന്നെയാണ് ഈ വാർത്തകളെ കുറിച്ച് പ്രതികരിക്കുന്നതും. സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. ആരാധകർ ഉൾപ്പെടെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നോരോന്നായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും അറിയിക്കുകയും ചെയ്യുന്നു. ആരാധകർക്ക് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നും പ്രതികരിക്കുന്നതും വളരെയധികം തന്നെ താല്പര്യമുള്ള ഒന്ന് തന്നെയാണ്. അത്രമാത്രം ആരാധകരാണ് ഇപ്പോൾ ഗസയിലേക്ക് മാറിയത് എന്ന് പറയാം. ഇസ്രായേലിനെതിരെ കടുത്ത രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട്. എന്നാൽ ഗസയോടുള്ള ആരാധന കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവിടെയുള്ള പാവപ്പെട്ട ഫലസ്തീനികൾക്ക് വേണ്ടിയും അത്തരത്തിലുള്ളവരാണ് മുന്നോട്ട് വരുന്നതും.